Hello friends, എല്ലാവർക്കും Minuskitchen പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീ ടൈം സ്നാക്കും കൂടെയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് കേക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കേക്കിന്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 2 പ്രാവശ്യമൊക്കെ അരച്ചെടുക്കുന്നതാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടില്ല. അതിന് പകരം നമ്മൾ വേറൊരു കാര്യം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ടേന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ മുട്ടേന്റെ യെല്ലോയിഷ് കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് എത്തുന്ന ഒരു സമയം വരെ വേണം ഇത് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നല്ലോണം തന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഇപ്പൊ മുട്ടേന്റെ ആ യെല്ലോയിഷ് കളറൊക്കെ മാറി വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സമയത്തൊക്കെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിന്റെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കുമ്പോൾ ലോ സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി, കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഇനിയിപ്പോ ബീറ്ററിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബീറ്റർ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ചില ആൾക്കാർ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നടുഭാഗം കുഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ചേർത്തിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ബാറ്റർ റെഡിയാക്കാനായിട്ട്. അപ്പൊ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾ സാധാ യൂസ് ചെയ്യണ നോൺ സ്റ്റിക് പാനോ കുക്കറോ അങ്ങനെ എന്തായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഒരു കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വെക്കുക. വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു 35 മിനിറ്റ് ആയപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്കിത് ക്രീമൊന്നും തേച്ച് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കിഡിലൻ ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. നമ്മൾ ഓറഞ്ച് ജ്യൂസും അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ ഈ കേക്കിനുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ കേക്കിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്